ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അതിമനോഹരമായ സുപ്രഭാതം കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മൾ ഏവരെയും സഹായിച്ച മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക ഭാഗം സമയം ആസ്വദിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വേദവാക്യം വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അതിപ്രകാരം വായിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ചില മാതാപിതാക്കൾ തിരക്കുള്ള ജോലികൾക്ക് ശേഷം ചില ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകാറുണ്ട്. ആ യാത്രയിൽ എല്ലാ പ്രയാസവും വിട്ട് പ്രകൃതിയുമായി ഒത്തുചേർന്ന് സമയം ആസ്വദിക്കാറുണ്ട്. അത് അവർക്ക് ഉന്മേഷവും ഉണർവും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളും കഷ്ടതകളും അഭിമുഖീകരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ അതിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് അത് അവരുടെ ജീവിതത്തിൽ ആസ്വാദജനകമാകുന്നു. നാം നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും പൂർണ്ണ ദൈവത്തിൽ സമർപ്പിക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിക്കാതെ, വീണ്ടും ജനനം പ്രാപിക്കാതെ, ദൈവകൽപ്പനകൾ പ്രമാണിക്കാതെ മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അവരുടെ സമയം അവർക്ക് തക്കതായി ആസ്വദിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നാൾ മുതൽ അഭിമുഖീകരിച്ച എല്ലാ കഷ്ടതകളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങിയ അവസരത്തിൽ തനിക്ക് ലഭിച്ച സമയങ്ങളൊക്കെയും വളരെയധികം ആസ്വദിച്ച് മുൻപോട്ട് നീങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, പ്രിയം വെച്ച ഏവർക്കും തന്നെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ജോസഫ് തന്റെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങിയ അവസരത്തിൽ അനേക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങി. അത് മാത്രമല്ല, ദൈവമായിട്ടുള്ള വിശ്വസ്തതയിൽ മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് മിസ്രൈമിലെ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദജനകമായിരുന്നു. ഇവിടെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം അതിന്റെ 30-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും നൽകുന്നു. ഈ അറിവിനാൽ നാം മുൻപോട്ട് നീങ്ങുമ്പോൾ ലഭിക്കുന്ന സമയം എത്ര ആസ്വാദജനകമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ നമ്മളെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും അത് ആസ്വദിച്ച് മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം സഹായിക്കും എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങും. ഒരു അവിശ്വാസിയാണെങ്കിൽ അവൻ അവനിൽ തന്നെ ആശ്രയിക്കുന്നതുകൊണ്ട് അവൻ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തികളുടെ പേര് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹ സോമൻ തട്ടാരമ്പലം ചർച്ച്, ഏരിയാമ്മ ബാബു കലഞ്ഞൂർ, ഷീജാലാൽ അടൂർ, VP കുഞ്ഞുമോൻ കണ്ണമ്പള്ളി, ഏലിയാമ്മ പുന്നവേലി, ആൽവിൻ തമ്പി കുറ്റപ്പുഴ, റെനി ജേക്കബ് സി തോമസ് കുറ്റപ്പുഴ, ചിന്നമ്മ ജേക്കബ് കുറ്റപ്പുഴ, ഇവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിധിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലഭിച്ച സന്ദർശനത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.
ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവെ മുൻപോട്ട് നീങ്ങുന്ന അവസരത്തിൽ ലഭിക്കുന്ന സമയങ്ങളത്രയും ഏത് കഷ്ടതകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും അതിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനും കർത്താവെ ആ സമയങ്ങളൊക്കെയും ആസ്വദിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തൻ്റെ മക്കളെ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ അവരെ വഴി നടത്തിയ വലുവനായ സ്വർഗത്തിലെ ദൈവം അവർക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത്രയും വിലയേറിയ നന്മകളും കൃപകളും വിടുതലും ആശ്വാസവും പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കർത്താവെ അവരെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നല്ല ഒരു ദിവസം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.